പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിനി കൽപ്പാന്ത കാലത്തോളം ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടരും. ഒരു മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിലലിയുമെന്ന്. അതുപോലെയാകും ഇനി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റും. അതിനി ഡൽഹി സർവകലാശാലയ്ക്കൊപ്പം മണ്ണോട് ചേരും. ഇക്കാര്യത്തിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. മോദി ബിരുദ പഠനം നടത്തിയെന്ന് പറയപ്പെടുന്ന 1978 ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അറിയാനുള്ള അവകാശത്തേക്കാൾ വലുതാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇത്ര വലിയ സ്വകാര്യതാ ലംഘനമാകുമോ എന്നാണ് പൊതുവിലുയരുന്ന സംശയം. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിദ്യാഭ്യാസ യോഗ്യതയിൽ നിന്നാണ് ഇക്കാണായ വിവാദങ്ങളുടെയൊക്കെ തുടക്കം. നരേന്ദ്രമോദി 1978 ഡൽഹി സർവകലാശാലയിൽ നിന്ന് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയെന്നാണ് സത്യവാങ്മൂലത്തിലുള്ളത്. അങ്ങനെയാണ് ആക്ടിവിസ്റ്റായ നീരജ് കുമാർ അന്നത്തെ ബിരുദ വിദ്യാർത്ഥികളുടെ വിശദ വിവരങ്ങളടക്കം ആവശ്യപ്പെട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുൻപ് ഡൽഹി സർവകലാശാലയെ സമീപിച്ചത്. 1978 ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക്, വിജയശതമാനം, പേര്, റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ സർവകലാശാല നീരജിൻ്റെ അപേക്ഷ നിഷ്കരുണം തള്ളി. അപേക്ഷയിൽ പൊതുജന താൽപ്പര്യമില്ല എന്നായിരുന്നു കണ്ടെത്തിയ വാദം. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ലെന്നുകൂടി നിയമങ്ങൾ ഉദ്ധരിച്ച് സർവകലാശാല നീരജിൻ്റെ അപേക്ഷ നിരസിച്ചു. പിന്നാലെ നീരജ് കുമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. 2016 ഡിസംബർ 21 നരേന്ദ്രമോദിയുടേതടക്കം ബിരുദ വിവരങ്ങൾ പരസ്യമാക്കണമെന്നും അപേക്ഷകന് നൽകണമെന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് 10 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം, കടുത്ത വാദപ്രതിവാദങ്ങൾ. ഒടുവിൽ ആ ബിരുദ വിവരങ്ങൾ ഒരു ചുരുളഴിക്കാൻ പാടില്ലാത്ത രഹസ്യമെന്ന് ഹൈക്കോടതിയും വിധിച്ചിരിക്കുന്നു. അന്നത്തെ അക്കാദമിക് റെക്കോർഡുകളോ ഡിഗ്രിയോ പരസ്യമാക്കേണ്ടതില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ ഉത്തരവ്. ഹർജിക്കാർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമത്രേ. വിവരാവകാശ പ്രകാരം വ്യക്തികളുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പുറത്തുവിടാൻ സാധിക്കില്ലെന്ന സർവകലാശാലയുടെ വാദം കോടതിയും ശരിവെക്കുകയായിരുന്നു. നരേന്ദ്രമോദി തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിലും നിലവിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ബിരുദ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് നൽകാനാകില്ല. രാഷ്ട്രീയ ലക്ഷ്യം മാത്രം പ്രതീക്ഷിക്കുന്നവരുടെ മുൻപിൽ സർട്ടിഫിക്കറ്റ് ഒരിക്കലും പ്രദർശിപ്പിക്കാനാകില്ല എന്നുകൂടി സർവകലാശാല നിലപാടെടുത്തു. പ്രത്യേകിച്ച് അപരിചിതർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ പാടില്ലത്രേ. പ്രധാനമന്ത്രിക്കും സ്വകാര്യതയുണ്ട്. സർവകലാശാലയുടെ കൈവശം മോദിയുടെ സർട്ടിഫിക്കറ്റുകളുമുണ്ട്. വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. എന്നാൽ അപരിചിതർക്ക് ഈ രേഖകൾ പരിശോധിക്കാൻ അനുവാദമില്ലെന്നായിരുന്നു സർവകലാശാലയുടെ വാദമുഖങ്ങൾ. ഒരു പൊതുവ്യക്തിയുടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത സുതാര്യമായിരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ വാദിച്ചത്. ഈ വിവരങ്ങളടങ്ങിയ രജിസ്റ്റർ ഒരു പൊതുരേഖയായി കണക്കാക്കാമെന്നും CIC 2016 ഡിസംബറിൽ നീരജ് കുമാറിനെ വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ ബിരുദ വിവരങ്ങൾ കൈമാറണമെന്ന ആവശ്യം, അതും ആ പൂർവ്വ വിദ്യാർത്ഥി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അവിടെ തങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനുമില്ല. എന്നാൽ സർവകലാശാല രേഖകൾ അപരിചിതർക്ക് കൈമാറണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ല എന്നാണ് സർവകലാശാലയുടെ വാദം. അങ്ങനെ ഹൈക്കോടതി കൂടി ആ രഹസ്യം ചുരുളഴിക്കരുതെന്ന് വിധിച്ചതോടെ ഉത്തരം കിട്ടാത്ത ആ സമസ്യ അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. എന്നാലും ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് ഇത്ര വലിയ സ്വകാര്യതാ ലംഘനങ്ങളുള്ള രേഖയാകുന്നത് എങ്ങനെയെന്നതാണ് ഇനി ശേഷിക്കുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം. ഒരുപക്ഷെ നവയുഗ ഇന്ത്യയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തുവിടുന്നതും സ്വകാര്യതാ ലംഘനമായിരിക്കും. എന്തായാലും 10 വർഷത്തോളമായി ഇന്ത്യയെ ചൂഴ്ന്നു നിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന സമസ്യയും അതിനെ ചുറ്റിപ്പറ്റി നിന്ന വിവാദങ്ങളും തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുകയാണ്.
ഇനി ഇതേക്കുറിച്ച് ചുപ്പ് രഹോ എന്നാണ് കോടതി ഉത്തരവ്. സുപ്രീം കോടതിയിൽ പൊക്കോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഹർജിക്കാർക്ക് മുന്നിൽ അങ്ങനെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്.